ഹായ് ഹലോ ഗുഡ് ഈവനിങ്. വിഷ്ണു ശാലിനിയുടെ പുതിയ ഭാഗമാണ്. അപ്പം നമ്മുടെ ടീച്ചർ നമ്മുടെ പപ്പിക്കുട്ടിക്കും സത്യക്കുട്ടിക്കും ക്ലാസ്സിലെ മറ്റെല്ലാ കുട്ടികൾക്കും കൂടി പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നേരം ടീച്ചർ പറയുന്നുണ്ട് എല്ലാവരും വീട്ടിൽ കൊണ്ടുവന്ന് പാരൻസിനെയൊക്കെ കാണിച്ചിട്ട് പാരൻസിൻ്റെ സൈൻ തന്നെ വാങ്ങണം. ആരും പാരൻറ്റിൻ്റെ വേറെ പാരൻ്റായി ചമഞ്ഞ ആരും സൈനൊന്നും ചെയ്യാൻ നിൽക്കണ്ട. മാത്രമല്ല എല്ലാവരും കാണിച്ചു ബോധ്യപ്പെടുത്തിയെന്ന് എനിക്കറിയാൻ വേണം. എല്ലാവരുടെ ഫോൺ നമ്പേഴ്സും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നാളെ തന്നെ ഇത് മടക്കിക്കൊണ്ട് വരണമെന്നും നമ്മുടെ ടീച്ചർ പറയാണ്. അപ്പോൾ നമ്മുടെ പപ്പി പറയുന്നുണ്ട് അയ്യോ എനിക്ക് 2 മാർക്ക് കുറവാണ്. അപ്പോൾ സത്യം പറയുന്നുണ്ടോ അതിന് സാരമില്ലടി, അടുത്ത എക്സാം ഇനി വരെയല്ലേ, അപ്പോൾ നിനക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാം എന്ന് പറയുന്നുണ്ടോ. നിനക്ക് ഫുള്ളുണ്ടല്ലോ എനിക്ക് ഫുള്ളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫുള്ളുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മുടെ പപ്പി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ടീച്ചർ ബെല്ല് കേൾക്കുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു എന്ന്. അങ്ങനെ അവർ പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്ത് ബാഗിലേക്ക് വെച്ചിട്ട് അവർ ഇരിക്കുമ്പോൾ തന്നെ ആ പ്രോഗ്രസ് റിപ്പോർട്ട് മാറിപ്പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും 2 വീടുകളിലേക്ക് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ ശാരദാമ്മ തറയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സത്യക്കുട്ടി വന്ന് പറയുന്നുണ്ട് ശാരദാമ്മ ഇതെൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ്, പിന്നെ നോക്കിക്കേന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ശാരദാമ്മ പറയുന്നുണ്ട് മോളെ ഇതൊക്കെ കാണിച്ച് എനിക്ക് ശാരദാമ്മയ്ക്കൊന്നും അറിയത്തില്ല, മോളിതേ അമ്മ അകത്തുണ്ടല്ലോ, അമ്മയുടെ കൊടുക്കും മോളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സത്യ അകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കളക്ട്രേറ്റിലെ സ്റ്റാഫ് അനുപല്ലവി അവിടെ ഉണ്ട്. അവർ മഴക്കെടുതിയുടെ കുറച്ച് ഫയലെല്ലാം ചെക്ക് ചെയ്യായിരുന്നു നമ്മുടെ ശാലിനി. അപ്പോൾ ശാലിനി പറയുന്നുണ്ട് ഇതൊന്നും പൂർണ്ണമല്ലല്ലോ അനുപല്ലവി, റവന്യൂ റിപ്പോർട്ട്സ് ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല, ഇനിയും കിട്ടാനുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അനുപല്ലവി പറയുന്നുണ്ട് അതേ മേഡം അത് വില്ലേജുകളിൽ നിന്നൊക്കെ കുറച്ചുകൂടി കിട്ടാനുണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ പിന്നെ സത്യക്കുട്ടി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നു അമ്മ ഇതാ എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് സത്യക്കുട്ടി കാണിക്കുമ്പോൾ ഇങ്ങനെ ശാലിനി നോക്കുമ്പോൾ തന്നെ ശാലിനിക്കൊരു ഫോൺ വരുന്നുണ്ട്. നമ്മുടെ മിനിസ്റ്ററാണ് വിളിച്ചത്. അപ്പോൾ ശാലിനി ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ശാലിനി ആ പ്രോഗ്രസ് റിപ്പോർട്ട് ആ ടേബിളിൻ്റെ പുറത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മുടെ സത്യക്കുട്ടി നിന്നിട്ട് നമ്മുടെ ശാരദാമ്മ വിളിക്കുന്നുണ്ട് സത്യേന്ന്. അപ്പം സത്യ അങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും ശാലിനി ആ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചു. പിന്നെ അങ്ങ് സംസാരിച്ച് പോയി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സത്യ വീണ്ടും വന്നിട്ട് പറയുന്നുണ്ട് ആൻറ്റി എൻ്റെ അമ്മ ഒപ്പിട്ടായിരുന്നു എന്നാൽ ഇട്ട് മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ടേബിളിൽ ഇരുന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തുകൊണ്ട് സത്യ ഫ്രണ്ടിലേക്ക് ഓടുകയാണ്. അന്നേരം ശരിക്കും പറഞ്ഞാൽ ശാലിനി അത് സൈൻ ചെയ്തിട്ടില്ല. എന്നിട്ട് ഫ്രണ്ട് ചെല്ലുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട് മോളെ അമ്മ പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടായിരുന്നോ. കണ്ടായിരുന്നു ശാരദാമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എന്ത് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല, അമ്മ അവിടെ ഭയങ്കര ധൃതിയില്ല, അമ്മ അത് സൈൻ ചെയ്തു ഞാൻ അതേ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ബാഗൊക്കെ എടുത്ത് ശാരദാമ്മ ബാഗും പിന്നെ ബുക്സൊക്കെ എടുത്ത് അടിക്കെല്ലാം പറക്കി വെച്ച് കൊടുത്തു. ആ ബാഗിനകത്ത് തന്നെ നമ്മുടെ സത്യക്കുട്ടി ഈ പ്രോഗ്രസ് റിപ്പോർട്ടും ഇട്ടിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ നമ്മുടെ സത്യ നേരത്തെ വന്ന് വേറൊരു കുട്ടിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പപ്പിക്കുട്ടിയും കൊണ്ട് വിഷ്ണു വരുന്നുണ്ട്. അപ്പോൾ ആ പപ്പി വരുന്നതും കണ്ട് ഈ കുട്ടി ഓടി ചെല്ലുകയാണ് ആ പപ്പി വന്നല്ലോ എന്ന് പറഞ്ഞ്. എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ ക്ലാസ്സിൽ തന്നെ കുട്ടികൾ പറഞ്ഞിട്ട് പോവുകയാണ് മാർക്ക് കുറവായതുകൊണ്ട് എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അച്ഛനൊന്നും സൈൻ ചെയ്ത് തന്നിട്ടില്ല എന്നൊക്കെ. അപ്പോഴേ ഇവർ ഓർക്കുന്നത്. അപ്പോഴാണ് പപ്പി പറയുന്നുണ്ട് അയ്യോ ഞാൻ എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അച്ഛനെയും അമ്മയും കാണിക്കാൻ മറന്നുപോയി, സൈൻ ചെയ്തതുമില്ല. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എന്താ കാര്യം, നിനക്കിപ്പോൾ അതൊന്നുമല്ലല്ലോ ചിന്ത എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു കൊച്ചു കുട്ടികളുടെ അതായത് പപ്പിയും സദ്യ എങ്ങനെയാണോ അതേപോലത്തെ രീതിയിലേക്ക് വിഷ്ണു മാറുകയാണ്. അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് വിഷ്ണു പറഞ്ഞു അതിനാണോ കാര്യം, നീ ഇങ്ങോട്ട് എടുക്ക് ഞാൻ സൈൻ ചെയ്ത് തരാം. അയ്യോ അതിന് കുഴപ്പമില്ല, എന്തോ കുഴപ്പം എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ മേടിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ പപ്പി നോക്കുമ്പോൾ അത് സത്യയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അല്ല, അതിന് മുന്നേ നമ്മുടെ വിഷ്ണു എന്ത് ചെയ്യും അത് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാറിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ സൈൻ ചെയ്തിട്ട് ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് മെഡിക്ക് എല്ലാത്തിനും ഫുള്ളുണ്ടല്ലോ, ഫുൾ മാർക്കോ എനിക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ പപ്പി നോക്കുമ്പോൾ പറയുന്നത് അയ്യോ ഇത് സത്യയുടെ പ്രോഗ്രസ് കാർഡല്ലേ എന്ന് പറയുന്നത്. അയ്യോ സത്യയുടേതായിരുന്നു. അപ്പോൾ സത്യ എന്ത് ബാഗിന് എടുക്കുമ്പോൾ അയ്യോ ഇതാ നിൻ്റെതാ പപ്പിയുടേതാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ പപ്പിയുടേത് അങ്ങ് തിരികെ കൊടുക്കുമ്പോൾ അവരിങ്ങനെ പിന്നെ ടീച്ചർ കൊടുത്തതും അങ്ങനെയുള്ള കുറച്ച് ഫ്ലാഷ് ബാക്ക് കൂടി കാണിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നീയും സൈൻ ചെയ്തില്ലല്ലോ, നിനക്ക് ഞാൻ സൈൻ ചെയ്യാം, എന്നാൽ എൻ്റെ ബിഗ് ഫ്രണ്ട് തന്നെ സൈൻ ചെയ്തേക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സത്യയുടെ ബിഗ് ഫ്രണ്ട് വിഷ്ണു തന്നെ സത്യയ്ക്കും കൂടി പ്രോഗ്രസ് റിപ്പോർട്ട് 2 പേർക്കും സൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 പേരും കൂടി സൈൻ ചെയ്തിട്ട് പറയുന്നുണ്ട് ഇത്രയും ചെയ്തു എന്നല്ലോ ഇനിയിപ്പം പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ പിന്നെ പപ്പിക്കുട്ടി വിഷ്ണുവിന് മുത്തം കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ വീണ്ടും സത്യയോട് പറയുന്നുണ്ട് പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ ഞാൻ സൈൻ ചെയ്തതല്ലേ, ഒരു കാര്യം ചെയ്യേ എനിക്കും കൂടി മുതുകാവും എന്ന് പറയും. അപ്പോൾ പറയുന്നുണ്ട് തരാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 പേരും കൂടി ചേർന്ന് നിന്ന് വീണ്ടും നമ്മുടെ വിഷ്ണുവിന് റൈറ്റും ലെഫ്റ്റും ആയിട്ടൊക്കെ നിന്ന് 2 കവളിലും ഓരോ മുത്തം നൽകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് 2 പേരും കൂടി ക്ലാസ്സിൽ പോക്കോളൂ, അടിയൊന്നും ഉണ്ടാക്കരുതേ എന്ന് പറഞ്ഞ് നമ്മുടെ വിഷ്ണു വിടുകയാണ്. അങ്ങനെ 2 പേരും കൂടി അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അതിനുശേഷം വിഷ്ണു അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട്
ഇങ്ങനെ ശാലിനി ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശാലിനി ഓർക്കുന്നത്, അയ്യോ മോൾ ഇന്നലെ പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ടുവന്നത് നോക്കിയിട്ട് എന്താന്ന് പോലും പറഞ്ഞില്ല, സൈൻ ചെയ്തതുമില്ല എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും ക്ലാസ്സിലെ മിസ് ഇങ്ങനെ ഓരോ പേരൊക്കെ വിളിച്ച് അറ്റൻഡൻസൊക്കെ മാർക്ക് ചെയ്തിട്ട് പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം മിസ്സിൻ്റെ ഫോണിലേക്ക് നമ്മുടെ ശാലിനിയുടെ കോൾ വരുന്നുണ്ട്. എന്നിട്ട് ശാലിനി പറയുന്നുണ്ട്, അയ്യോ മാഡം മറന്നുപോയി, അതുകൊണ്ടാണ് മോൾ പറഞ്ഞു പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയെന്ന്, പക്ഷേ സൈൻ ചെയ്യാൻ വിട്ടുപോയെന്ന്. അന്നേരം മിസ്സ് പറയുന്നുണ്ട്, അയ്യോ അത് സൈൻ ചെയ്ത് വന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മിസ്സ് ചോദിക്കുന്നുണ്ട് ഇതാരാ സൈൻ ചെയ്തതെന്ന്. അപ്പോൾ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കാണ് വിഷ്ണു വന്നതും സത്യയും പിന്നെ നമ്മുടെ പപ്പിക്കുട്ടിയും കൂടെ മാറിപ്പോയ കാർഡുകൾ മാറിപ്പോയതും അങ്ങോട്ടും ഇങ്ങോട്ടും സൈൻ ചെയ്തുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്നിട്ട് മിസ്സ് നമ്മുടെ ശാലിനിയോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം മാഡം, ഇന്ന് ഞാൻ ഒന്നുകൂടെ കൊടുത്തു വിടാം, നോക്കിയതിന് ശേഷം നാളെ തിരിച്ചു കൊടുത്തു വിടാൻ പറയുകയാണ്. അങ്ങനെ ആന്നൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ സത്യാമ്മേരവിടെ നമ്മുടെ പപ്പിക്കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പപ്പിക്കുട്ടിക്കാണെങ്കിൽ 100,000 സംശയങ്ങൾ. സത്യാമ്മയും പറയുന്നുണ്ട്, എടാ പപ്പിക്ക് എന്തൊരു സംശയങ്ങളാണ് ഇതൊക്കെയെന്ന്. അപ്പം ഫോണും കൊണ്ടാണ് വിഷ്ണു വരുന്നത്. അമ്മയുടെ ഫോൺ മുകളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും വിളിച്ചാടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ശിവരാജൻ വിളിച്ചു. ഓ വിളിച്ചല്ലേ, ഒരു അമ്മ മനസ്സെന്ന് പറഞ്ഞൊരു ചാരിറ്റിയുടേതാണ്, ഒരു കുറച്ച് കുട്ടികൾക്ക് കല്യാണാലോചനയ്ക്ക് വേണ്ടിയാണ്. അപ്പം നാളെയാണ് നിൻ്റെ കല്യാണത്തിൻ്റെ ഇത്, നീ വേണം എല്ലാം നോക്കി നടത്തേണ്ടത്, അപ്പം നീ എവിടെ പോകണം എന്നൊക്കെ നമ്മുടെ സത്യാമ്മ വിഷ്ണുവിനോട് പറയുന്നുണ്ട്. ഇതിനിടയിൽ ശാലിനി മോളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്താ മോളെ കാണിക്കുന്നത്, എന്താ മോള് ആരാ ഇത് സൈൻ ചെയ്ത് തന്നത്, അത് എൻ്റെ ബിഗ് ഫ്രണ്ടാണ്. ബിഗ് ഫ്രണ്ടോ? ആ അതെ, ഞങ്ങളുടേത് ഇങ്ങനെ മാറിപ്പോയി അമ്മയെ, വഴക്കൊന്നും പറയരുതേ. അപ്പോൾ പപ്പിയുടേതാണെന്ന് വെച്ച് നമ്മുടെ ബിഗ് ഫ്രണ്ട് പപ്പിയുടെ വെല്ലേച്ചനാണ് സൈൻ ചെയ്തത്. അതുപോലെ അപ്പോൾ പിന്നെ എൻ്റെതും കൂടി, എൻ്റെത് ആദ്യം സൈൻ ചെയ്തത്, പിന്നെ പപ്പിയുടേതും കൂടെ വെല്ലേച്ചൻ സൈൻ ചെയ്തു, അമ്മ വഴക്കൊന്നും പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ശാലിനി അന്തം വിട്ട് പോവുകയാണ്. കാര്യം കറക്റ്റായിട്ട് 2 മക്കളുടെ പ്രോഗ്രസ് റിപ്പോർട്ടും സ്വന്തം അച്ഛൻ തന്നെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് തരണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.